ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതിയായിട്ട് റൊമാൻസ് ആയിട്ട് വരുന്ന സമയത്താണെങ്കിൽ ചന്ദ്രമതി നട്ടപ്പാതിരാത്രിക്ക് അയ്യോ എനിക്ക് നെഞ്ഞ് വേനിച്ചിട്ട് വയ്യേ വയറ് വേനിച്ചിട്ട് വയ്യേ പറഞ്ഞിട്ട് ഇങ്ങനെ ഹാളിൽ തേരാപാരം നടക്കുകയാണ്. സച്ചിക്കാണെങ്കിൽ കലി വന്നിട്ട് എന്തോ അർദ്ധരാത്രിക്ക് തേരാപാരം ഒരു നടത്തം. അത് കേട്ട ചന്ദ്രമതിയാണെങ്കിൽ സച്ചിയോട് പറയണേ, ഞാൻ നടന്നാലും നടന്നില്ലെങ്കിലും നിനക്കെന്താടാ പ്രശ്നം? നിങ്ങളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കാമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുകയാണ്, നിൻ്റെ ഏത് കാര്യങ്ങളാണ് നടക്കാതെ ഇരുന്നിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. രേവതിയാണെങ്കിൽ ചന്ദ്രമതി അടുത്തേക്ക് ഓടിപ്പോവാണ് കേട്ടോ. എന്താ പറ്റിയമ്മ എന്ന് ചോദിക്കുമ്പോൾ, നീ എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവന്ന് താന്ന് പറയണം. അങ്ങനെ ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്നു. സച്ചിക്കാണെങ്കിൽ കടി വന്നിട്ട് ആ പായൊക്കെ മടക്കിയിട്ട് ചന്ദ്രമതിയുടെ നേർക്ക് ചീറിയിട്ട് പായം എടുത്തിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് പോകാൻ കേട്ടോ സുഹൃത്തുക്കളെ. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ ബാമയൊക്കെ അങ്ങോട്ട് വരികയാണ് കേട്ടോ. ബാമ വന്നിട്ട് പറയണത്, എന്താ ചന്ദ്രമതി എന്താ പറ്റിയെന്ന് പറയുന്നത്. ഒന്നും പറയണ്ട, എനിക്ക് നെഞ്ഞത്തും പുറത്തും ഒക്കെ ഗ്യാസ് കയറിയിരിക്കുകയാണ്, നീ ഒന്ന് നോക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ബാമ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ പതുക്കെ തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി എടുത്ത് പറയുന്നത്, ഇത് പതുക്കെ ഒന്നും തട്ടിയാലൊന്നും മാറും തോന്നുന്നില്ല, രേവതി നീയും കൂടി ഒന്ന് കൈവയ്ക്കുമെന്ന് പറയണം. അപ്പോൾ രവിയേട്ടൻ പറയണ്, അതേ ഇത് പുറത്ത് നല്ല രീതിയിൽ കുടുങ്ങി കിടക്കുകയാണ്, അതിന് നല്ല രീതിയിൽ ഇടിച്ച് തന്നെ ആ ഗ്യാസ് മാറ്റണമെന്ന് പറയണം. അപ്പോൾ സച്ചി രേവതിയോട്, രേവതി നീ ഒന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് ഇടിച്ചോ, നിനക്ക് കിട്ടിയ അവസരമാണ്, അത് മുതലാക്കിക്കോ എന്ന് പറയാൻ കേട്ടോ. അത് കേട്ട ചന്ദ്രമതിയാണെങ്കിൽ രേവതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. രേവതിയാണെങ്കിൽ സച്ചിയുടെ മുഖത്തേക്ക് നോക്കാൻ കേട്ടോ. രേവതിയോട് സച്ചി പറയാണ്, നീ മടിച്ച് നിൽക്കണ്ട, ഇടി തുടങ്ങിക്കോ എന്ന് പറയണ്. അല്ലെങ്കിൽ പിന്നെ വേറൊരു മാർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞ് സച്ചി എണീറ്റിട്ട് ഒരു ഓലൊക്കെ കിട്ടിയിരുന്നു, ആ ഓലൊക്കെ എടുത്തിട്ട് ഒരൊറ്റ ഇടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രമതി അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞെട്ടി അങ്ങോട്ട് എണീക്കാൻ കേട്ടോ സുഹൃത്തുക്കൾ. അതോടുകൂടി ചന്ദ്രമതിയുടെ ഗ്യാസും എല്ലാം മാറുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായി, ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ.